ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പാലസിൻ്റെ അകത്തേക്ക് കയറുകയാണ്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ 2 സെക്യൂരിറ്റി ചേട്ടന്മാർ ഇരിപ്പുണ്ട്. അവർ പറയുന്നത് ഇതിനകത്ത് ഫോട്ടോയോ വീഡിയോ കാര്യങ്ങളോ ഒന്നും എടുക്കരുതെന്നാണ്. പക്ഷേ അവർ കാണാതെ ആ എൻട്രി കയറുന്നവരുള്ള വീഡിയോ എടുക്കുവാൻ സാധിച്ചു. ഇന്ത്യൻസിന് 240 രൂപയും ഫോറിനേഴ്സിന് 480 രൂപയാണ് ഇവർ ഇതിന് അകത്ത് ചാർജായി ഈടാക്കുന്നത്. അകത്ത് കയറിയാൽ ഉടൻ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെ ക്യാഷ് അല്ലെങ്കിൽ കാർഡ് ഉള്ളിൽ നിന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഗൂഗിൾ പേ പേയ്മെൻറ്റ് ഇവിടെ സ്വീകരിക്കുന്നതല്ല. ആ കാണുന്ന ആർച്ചിനകത്തൂടാണ് ഈ പാലസിനകത്തോട്ട് കയറി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തോട്ട് കയറുവാണ്. ഇവിടെ ഈ ബാംഗ്ലൂർ പാലസിനൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ ചുമരിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് ഇറങ്ങി വരുന്നൊരു വഴിയാണ് ഈ കാണുന്ന ഈ കവാടം. ഇതിനകത്തൂടെയാണ് നമ്മൾ ഇതിനകത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇറങ്ങി വരുന്ന വഴിയെ. അപ്പോൾ അകത്തെ കാഴ്ചകളൊന്നും കാണിക്കാൻ സാധിച്ചില്ല, എങ്കിലും പുറത്തെ വിഷ്വൽസൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവിടെ മനോഹരമായ വലിയ വാൾ ലൈറ്റുകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അകത്താണെങ്കിൽ പല കളറുകളിലുള്ള വാൾ ലൈറ്റുകളൊക്കെ ഉണ്ട്. പാലസിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്കൊരു മൊബൈൽ ഓഡിയോ ഗൈഡ് ലഭിക്കുന്നതാണ്. ഏത് ഭാഷയിലാണോ വേണ്ടത് എന്ന് അവിടെ സെലക്ട് ചെയ്താൽ അവർ നമ്മുടെ ID പ്രൂഫ് വാങ്ങിച്ച് വെച്ചിട്ട് അത് സെറ്റ് ചെയ്ത് തരുന്നതാണ്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ പാലസിൻ്റെ അകത്തൊക്കെ കയറി അകത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഇവിടെ വന്നാലൊരു വിഷമം എനിക്കുണ്ടായതെന്ന് പറഞ്ഞാൽ, നമ്മൾ അകത്തോട്ട് കയറാനുള്ള പാസ്സൊക്കെ എടുത്ത് അകത്ത് കയറി 240 രൂപയാണ് ഇവിടെ ചാർജ് ഇതിനകത്ത് കയറുന്നതിന്. പക്ഷേ അകത്തെ ഫോട്ടോയോ വീഡിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നേരത്തെ ഒത്തിരി ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തതിനകത്ത് ഒത്തിരി ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയത്തില്ല, അവരതൊന്നും പെർമിഷൻ കൊടുക്കുന്നില്ല, അലോഡല്ല. അപ്പം അകത്തെ കാഴ്ചകളൊന്നും നിങ്ങളെ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പുറത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരൊക്കെ വരുവാണെങ്കിൽ ഈ 240 രൂപയാണ് ഇവിടുത്തെ ഫീസ്. അപ്പോൾ അത് വെച്ചിട്ട് ഇതിനകമൊക്കെ കയറി ഒരു ഹെഡ്സെറ്റ് ഒരു ഫോണും തരും. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഇഷ്ടമുള്ള ലാംഗ്വേജ് ഏതാണെന്ന് പറഞ്ഞിട്ട് അത് നോക്കിയിട്ട് നമുക്ക് അവിടെ ഈ പാലസിനെ കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആ ഹെഡ്സെറ്റിലൂടെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പുറത്തൊക്കെ എന്താണ് ഈ പാലസിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാമെന്നാണ്. ഫ്രണ്ട്സ്, ഈ കാണുന്ന പാലസിനകത്ത് വെച്ചാണ് കസിൻസ് മൂവിയിലെ പകുതി രംഗങ്ങളും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൊലുസ് തെന്നി തെന്നി എന്ന് പറഞ്ഞൊരു സോങ്ങിൻ്റെ വീഡിയോയും ഈ പാലസിൻ്റെ മുന്നിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂർ സെൻട്രൽ ഹൈസ്കൂളിലെ ആദ്യത്തെ പ്രധാന അധ്യാപകനായ റവറൽ ഗാരറ്റാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. 1862 തുടങ്ങിയ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായത് 1944-ലാണ്. 1884 മൈസൂർ രാജാവായ ചാമരാജ് ഒഡയാർ ഈ കൊട്ടാരം വിലയ്ക്ക് വാങ്ങിയിരുന്നു. ഇപ്പോൾ ഈ കൊട്ടാരം മൈസൂർ രാജകുടുംബങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഉള്ളത്. 45,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള ഈ കൊട്ടാരവും ചേർന്ന മൈതാനവും 454 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്നു. ഫ്രണ്ട്സ്, ഈ കൊട്ടാരത്തിൻ്റെ മുന്നിലായിട്ട് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി മനോഹരമായ പൂക്കളും വലിയ വലിയ ചെടികളും നിറഞ്ഞ ഒരു നല്ല ഗാർഡനാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ ശില്പവും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ നിന്ന് ധാരാളം വിനോദസഞ്ചാരികൾ ധാരാളം ഫോട്ടോ ഒക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കുന്നത് ഞാൻ കണ്ടു.
ബാംഗ്ലൂർ പാലസൊക്കെ കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങി പോവാണ്. അകത്താണെങ്കിൽ അവിടുത്തെ രാജാക്കന്മാരുടെയൊക്കെ ആണെങ്കിൽ ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതൊന്നും എടുക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.